ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 46 തന്നെ 10-ാം വാക്യം, ശാന്തമാവുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. വിശുദ്ധരെ, ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? നമ്മളെ വാ തുറന്ന് അലറി വിളിച്ച് തിന്നുകളയുമെന്ന് വീമ്പിളക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ശാന്തനാവുക. എളുപ്പമല്ല. ശാന്തനാവുക, ദൈവസന്നിധി സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു ചുക്കം നടക്കത്തില്ല എന്ന് തോന്നും. ശാന്തമാവുക, ശാന്തമാവുക, ദൈവസന്നിധി ശാന്തമാവുക, ശാന്തമാവുക, ശാന്തമാവുക. കാരണം എന്താ? ജനതകളുടെ നടുവിൽ എൻ്റെ ദൈവം ഉന്നതനാണ്. എൻ്റെ തലയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അതിനേക്കാൾ ഉന്നതനാണ് എൻ്റെ ദൈവം. ഭൂമിയിൽ നമ്മുടെ തല തിന്നുവെന്ന് കരുതിയ പ്രശ്നമുണ്ടല്ലോ, പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം, അതിനേക്കാൾ ഉന്നതനാണ് ദൈവം. സങ്കീർത്തനം 46:10, ശാന്തമാവുക, ശാന്തമാവുക. ദൈവസന്നിധി ശാന്തമായിട്ടിരിക്കുമ്പം ദൈവം ഈ പാപിക്ക് വേണ്ടി പോരാടും. ദൈവം സാധുവായി നിനക്ക് വേണ്ടി പടപൊരുതും. നീ ശാന്തമായിട്ടിരുന്നാൽ മതിയെന്നല്ലേ പുറപ്പാടും പറയുന്നത്. ശാന്തമാവുക, ദൈവസന്നിധിയിൽ തലകുമ്പിട്ട് അങ്ങ് കിടക്ക്, കിടക്ക്, ഇന്നങ്ങ് കിടക്ക് ദൈവസന്നിധിയിൽ. കാരണം ദൈവം ഉന്നതനാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്റെ പ്രശ്നം ചെറുതാണ്. ആമേൻ ആമേൻ ആമേൻ.